തുടരുന്നുണ്ട്. സുവി, എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് മന്ത്രി വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? കേന്ദ്ര സംഘത്തിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘം കൂടെ കുവൈറ്റിലേക്ക് തിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മലയാളികളുള്ള കുവൈറ്റിലേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുറപ്പെടുന്നത്. ജീവൻ ജോബ് IAS ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഈ മലയാളികളുടെ സുരക്ഷ, അതുമായി ബന്ധപ്പെട്ട് ആർക്കെല്ലാമാണ് പരിക്കേറ്റത്, മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കുക എന്നീ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇത് മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 ലക്ഷം പരിക്കേറ്റവരുടെ കുടുംബത്തിനും സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രി പുറപ്പെടും എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എപ്പോഴാണ് പുറപ്പെടുക എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച പ്രതികരണം ആരോഗ്യമന്ത്രിയിൽ നിന്ന് തേടുമ്പോൾ ലഭിച്ച വിവരം, മന്ത്രി ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നൊരു വിവരമാണ് അറിഞ്ഞത്. സ്വാഭാവികമായും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ വിവരം അവർ അറിഞ്ഞിട്ടുണ്ടാകില്ല. ഏതായാലും ഇന്ന് വൈകിട്ടത്തോടു കൂടിയെങ്കിലും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കുവൈറ്റിലേക്ക് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ അടിയന്തരമായ ഇടപെടലുകൾ മലയാളികളുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ നിലവിൽ 15 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ 5 പേർ, മരിച്ചവരുടെ എണ്ണം 5ആയി ഉയരുന്നു എന്ന ദുഃഖകരമായ ഒരു സാഹചര്യമാണുള്ളത്. നിരണം സ്വദേശിയായ മാത്യു തോമസ് ആണ് മരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് രാവിലെയാണ്, നേരത്തെ ഇന്നലെ വരെ നമ്മൾ 11 മലയാളികൾ മരിച്ചു എന്ന സാഹചര്യമാണെങ്കിൽ ഇന്ന് രാവിലെയാണ് 12, 13, 14, 15ലേക്ക് മരണസംഖ്യ ഉയർന്നിരിക്കുന്നത്. അതിൽ മലപ്പുറം തിരൂർ സ്വദേശി കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി നൂഹ് 41 വയസ്സുകാരനാണ്. മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. നമ്മളിവിടെ എടുത്തു പറയേണ്ടത്, ഈ പ്രവാസികളായി പോയിരിക്കുന്നവരെല്ലാം തന്നെ ഒരു മധ്യവർഗ കുടുംബത്തിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്നവരാണ് എന്നാണ്. ജീവിത പ്രാരാബ്ധങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയാണ് ഇവർ കടൽ കടന്ന് ഒരു മറുനാട്ടിൽ എത്തിയിരിക്കുന്നത്. അവിടെയാണ് അവർക്കൊരു ദുരന്തമുണ്ടായിരിക്കുന്നത്. തൊഴിലാളി ക്യാമ്പാണ്. അത് നമ്മൾ എടുത്തു പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ തൊഴിലാളികളുടെ ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് ഈ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള KG എബ്രഹാം എന്ന് പറയുന്ന മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഈ കുടുംബങ്ങൾക്കൊപ്പം, ഈ തൊഴിലാളികൾക്കൊപ്പം നിൽക്കും എന്ന് ഈ കമ്പനി പറയുന്നുണ്ടെങ്കിൽ പോലും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെയാണ് അവിടെ താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഈ കുവൈറ്റ്